ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിപ്പിംഗ് ക്രീമാണ്. അതായത് നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനോ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പുറത്തുനിന്ന് ക്രീം ഒന്നും വാങ്ങേണ്ട, വീട്ടിലുള്ള സാധാരണ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റർ യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാതെയും നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഗീവ് അവേ ഇപ്പോൾ ഈ മാസം നടക്കുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, അതായത് അധികം തരിതരിപ്പൊന്നും ഇല്ലാത്ത നല്ല പൗഡറായിട്ട് പൊടിഞ്ഞ പൊടി വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇത് നമുക്കൊരു 1 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരിപ്പൊടിയുടെ ആ പച്ച മണമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ അരിപ്പൊടിയുടെ കളർ പെട്ടെന്ന് മാറിപ്പോവും. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്തൊന്നും ഫ്ലെയിം കൂട്ടി വെക്കരുത്, കാരണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് നല്ല കട്ടിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കട്ടിയുള്ള പാലിൽ നിന്ന് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പീസിനെല്ലാം എടുത്ത് പറയാറുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ പലതരം ലോ ഫാറ്റ് ആയാലും ഫുൾ ഫാറ്റ് ആയാലും ഫുൾ ക്രീം ആയാലും അങ്ങനെ പലതരം പാല് വാങ്ങാൻ കിട്ടും. അതിൽ നല്ല കട്ടിയുള്ള പാൽ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടും. അപ്പോൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്, ലോയേക്കാളും ഒരല്പം കൂടെ ഫ്ലെയിം കൂട്ടാം. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ കൈ എടുക്കാതെ കുറുക്കിയെടുക്കണം. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. പക്ഷെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കുറുക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി എടുക്കുമ്പോൾ ആ പാലിൻ്റെ അരിപ്പൊടിയുടെയൊക്കെ ആയിട്ട് ടേസ്റ്റ് ഒരു വല്ലാത്തൊരു ക്രീമിൻ്റെ ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൈയെടുക്കാതെ കുറുക്കി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ലതുപോലെ കുറുകി നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തന്നെ ഈ അരിപ്പൊടി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എത്രത്തോളം നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം കുറുക്കിയെടുക്കണം. എന്നിട്ട് ഈ സമയം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും മതി, ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്നൊരു ചെറിയൊരു ക്രീമും കൂടെ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നല്ല നിറച്ച് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കാം. ഇപ്പോൾ നെയ്യെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച നെയ്യാലും കുഴപ്പമില്ല, പുറത്തെടുത്ത് വെച്ച നെയ്യാലും കുഴപ്പമില്ല. നമ്മളിത് എന്തായാലും ഇനി ഒന്നും കൂടെ ഒന്ന് തണുപ്പിക്കുന്നുണ്ട്. ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, പൊടിച്ചിട്ട് അരിച്ചെടുത്ത പഞ്ചസാരയാണ്, അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ റെഫ്രിജറേറ്റ്, അതായത് ഫ്രീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് നമുക്ക് വെക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു സ്റ്റേജിലല്ല, നല്ലപോലെ കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടാണ് നമുക്കിനി നേരത്തെ തണുപ്പിക്കാൻ വേണ്ടി വെച്ച ആ ഒരു മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് അടിച്ചെടുക്കരുത്. പകുതി അളവിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം മാത്രം അടുത്ത പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രീമി ടേസ്റ്റാണ് കിട്ടുന്നത്, നല്ല അടിപൊളി ക്രീമാണ്. അപ്പോൾ ആ ഒരു വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് മാവ് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള, ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഏത് തരം കേക്കിന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അരിപ്പൊടി കുറുക്കുമ്പോൾ നല്ലതുപോലെ പാലും അരിപ്പൊടിയും, അതായത് പാലെല്ലാം വറ്റി കിട്ടുന്നത് വരെ തന്നെ കുറുക്കിയെടുക്കുക. പിന്നെ ക്രീം മിക്സ് ചെയ്യുമ്പോൾ അത്ര സ്റ്റിഫായിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പം കൂടെ സ്റ്റിഫ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂറോ 20 മിനിറ്റോ റെഫ്രിജറേറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ എടുത്ത് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിപ്പിംഗ് ക്രീം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം മതി. പിന്നെ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പ്, ഫേസ്ബുക്ക്, അതായത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇത്രയും ചെയ്താൽ മതി നമ്മൾ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിന്നേഴ്സിന് 2 ഇലക്ട്രിക് ബീറ്ററാണ് നമ്മൾ പ്രൈസായിട്ട് കൊടുക്കുന്നത്. അടുത്ത് നമ്മൾ ബീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീമിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ സാധാരണ അരിപ്പൊടിയാണ്. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളം, ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത്, അപ്പോൾ ഈ മാവ് വെന്തു പോവും. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി എടുക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കിയ അരിപ്പൊടിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 കപ്പ് നല്ല കട്ടിയുള്ള പാലും ഒഴിച്ചു കൊടുക്കാം. ഈ പാല് നല്ല കട്ടിയുള്ള പാല് വേണം. അപ്പോൾ നമ്മൾ എപ്പോൾ ഒരു ക്രീം ഉണ്ടാക്കിയാലും പാൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള പാലെടുക്കുക. ഇല്ലെങ്കിൽ 1 കപ്പിന് പകരം 1.5 കപ്പ് പാലെടുത്തിട്ട് 1/2 കപ്പ് കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ല കട്ടി ഉണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു കൂട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരിപ്പൊടി അടുക്കി പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാലിലോട്ട്, ചൂടായി വന്ന പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതുപോലെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കുറുകി കിട്ടും, പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ക്രീം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരല്പ സമയം എടുത്ത് ചെയ്താലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇതുപോലെ കൈ എടുക്കാതെ തന്നെ കുറുക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ കൈ എടുക്കാതെ കുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. ഈ അരിപ്പൊടിയുടെയും പാലിൻ്റെയൊക്കെ നല്ലൊരു മണം വരും. പിന്നെ അതുമാത്രമല്ല, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നല്ലൊരു ക്രീമി മണവും കൂടെ വരും. നല്ല കുറുകിയിട്ട് നല്ല ക്രീമി മണവും കൂടെ വരും. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുത്ത പാല് എല്ലാം നന്നായിട്ട് വറ്റി അരിപ്പൊടിയായിട്ട് നല്ല വെന്ത് വരണം. ഇതുപോലെ നല്ല കറക്റ്റ് പരുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ക്രീമും കൂടെ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്. ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും നമ്മൾ കയ്യിലുള്ളത് എടുക്കാം. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ, പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കണം കേട്ടോ. പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്യാണ്ട് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ മിക്സിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ബീറ്റർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ബീറ്ററിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പഞ്ചസാരയും ബട്ടറും ഒന്ന് മിക്സായി ഒരു ക്രീമി രൂപത്തിലായി കഴിഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കൂട്ട്, അതായത് ആ മാവിൻ്റെ കൂട്ട് തണുത്തതിന് ശേഷം മാത്രം അതിൻ്റെ നേർപകുതി ഇതിലോട്ട് തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ബീറ്റർ തന്നെ വേണമെന്നില്ല, മിക്സിയിൽ ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് ഞാൻ ആയി കിട്ടും. അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഒരല്പം കട്ടിയായിട്ട് തോന്നും. ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇട്ട് കൊടുത്ത ആ മാവൊന്ന് മിക്സായി കഴിയുമ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ബാക്കിയുള്ള എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വിപ്പിംഗ് ക്രീമാണ്. പിന്നെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നല്ല സ്റ്റിഫായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഈ അരിപ്പൊടിയും പഞ്ചസാരയും പാലും ഒക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും കാണും. പിന്നെ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ ഡാൽഡയോ എന്ത് വേണമെങ്കിലും നമ്മൾ കയ്യിലുള്ളത് തന്നെ ചേർക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്, കാരണം ബീറ്റർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കിത് മിക്സിയിൽ ചെയ്തെടുക്കാം, വിസ്കിൽ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് പോലും വേണ്ട, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, അത്രയ്ക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പീസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.